ഗുഡ് മോർണിംഗ് ഗൗരി. ഗുഡ് മോർണിംഗ് ചിത്ര. മോർണിംഗ്. അർജുൻ, നീ പിന്നെ വിക്രമിനെ കണ്ടോ? എനിക്ക് ഇന്നലെ ആകെ വല്ലാതെ ഒരു ഭയമായിരുന്നു. അവൻ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? അവനെങ്ങാനും ശല്യം ചെയ്യാൻ വന്നോ? ഇല്ല അർജുൻ, പിന്നെ അവനെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. ഇനി അവൻ ഈ വഴിക്ക് വരത്തില്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അർജുൻ. അവൻ ഇനിയും വരും. അങ്ങനെ അടങ്ങുന്ന ശീലമൊന്നും അവനില്ല. അവനോ? അവനിങ്ങോട്ട് വരട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതൊക്കെ വിട്ടുകളാ, നിങ്ങൾ പേടിക്കാതെ. ഗൗരി, ഇത് നിനക്കാ. എന്താ അത്? ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡയറിയാണ്. ഇതിന്റെ ആദ്യത്തെ പേജിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിത്തന്നാൽ മതി നീ. എന്താ, സമ്മതമല്ലേ? എനിക്കിതൊന്നും വേണ്ട അർജുൻ. ഇങ്ങ് തന്നേക്ക് അർജുൻ, ഞാൻ കൊടുത്തോളാം. അവൻ തന്നതല്ലേ ഗൗരി, നീ ഇത് വീട്ടിൽ പോയി വായിച്ചു നോക്ക്. എന്നാ ശരി, കവിത വായിച്ചിട്ട് ഫീഡ്ബാക്ക് തരണേ മൈ ഡിയർ ഗൗരി. ഈ അർജുന്റെ ഒരു കാര്യം അല്ലേ ഗൗരി? ഗൗരി നോക്കടി, ആ നിത്യ വരുന്നുണ്ട്. രമ്പയാണെന്ന് അവളുടെ വിചാരം. കണ്ടോ എന്താ അർജുനോടുള്ള അവളുടെ കൊഞ്ചിക്കൊഴയല്? ഗൗരി, നീ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഞാൻ കാണുന്നുണ്ട് ചിത്ര. അർജുൻ, എന്താ അർജുൻ കണ്ടിട്ടും കാണാത്ത പോലെ പെട്ടെന്ന് പോകുന്നത്? ഏയ് ഇല്ല, ഞാൻ കണ്ടില്ല. അത് ചുമ്മാ, എന്നെ കണ്ടിട്ട് നീ പെട്ടെന്ന് പോകുന്നത് ഞാൻ കണ്ടതാ. നീ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത്? നിനക്കും തോന്നിയില്ലേ? ആ, എനിക്ക് നല്ലപോലെ തോന്നി. ക്ലാസ് തുടങ്ങാനായി നിത്യ, ഞാൻ പോണോ? അതെന്താ അർജുൻ അങ്ങനെ? ഞങ്ങൾ ഈ കോളേജിൽ തന്നെയല്ലേ, ഞങ്ങൾക്കും ക്ലാസ് തുടങ്ങും. എന്താ അവൾക്ക് ഇത്ര കിന്നിരിക്കാനുള്ളത്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അർജുൻ, ഞാൻ രാവിലെ മുതൽ നിന്നെ തിരയുകയായിരുന്നു. ഇന്ന് രാത്രി എന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നീ എന്തായാലും വരണം, അല്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് മിണ്ടത്തേ ഇല്ല. അത് നിത്യ, എനിക്കിന്നേ വൈകുന്നേരം കുറച്ച് പണിയുണ്ട്. ഒരു പണിയുമില്ല. ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രത്യേക കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ വരണം എന്തായാലും. നോക്കടി, ആ ഗൗരി നിന്ന് ദേഷ്യപ്പെടുന്നത്. അവൾ കുറെ നേരമായി കണ്ണും തുറച്ച് നോക്കി നിൽക്കുന്നു. അവളൊന്ന് നല്ലപോലെ ടെൻഷൻ അടിക്കട്ടെ. അപ്പൊ അർജുൻ പറഞ്ഞതുപോലെ മറക്കല്ലേ? ഗൗരിക്ക് നന്നായി ദേഷ്യം വന്നു, മുഖമൊക്കെ ചുവന്നു തൊടുത്തു. ചിത്രേ, വാ നമുക്ക് ക്ലാസ്സിൽ പോവാം. ഇവിടെ ചിലർക്ക് കൊഞ്ചാൻ സമയമുണ്ടായിരിക്കും, പക്ഷേ നമുക്കതില്ല. നടക്ക് ചിത്ര. ഗൗരി നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. നിനക്ക് അവിടെ കൂട്ടുകൂടാൻ നല്ലൊരു കൂട്ടുണ്ടല്ലോ. നീ പൊക്ക അർജുൻ. ഗൗരിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. അതിനർത്ഥം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ? അപ്പോ ആ ബാലെങ്ങട്ടാ? തരൂല. ഇത് എന്റെ ബാലാ. ചിന്നു, നിനക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടട്ടോ. അപ്പൂനെ കരയിപ്പിച്ചാ? അതിന് ഒരു ചേച്ചി, ഞങ്ങളല്ലേ ഫസ്റ്റ് കളിക്കാൻ തുടങ്ങിയത്. അപ്പോഴാ അപ്പു വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബാല വാങ്ങിയത്. അതിനെന്താ, അവൻ ചെറിയ കുട്ടിയല്ലേ, അവനാണ് കളിക്കട്ടെ. അതെന്താ, ചെറിയ കുട്ടികൾക്ക് മാത്രം കളിച്ചാൽ മതിയോ? അപ്പു, ഗൗരി ചേച്ചി, ഈ പെണ്ണെ കുട്ടിയോട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് വാങ്ങ പന്ത്, അല്ലാതെ അതിനെ കരയിപ്പിക്കണം എന്തിനാ നീ? എനിക്ക്
ഗൗരി ചേച്ചി അതാ